എന്തൊക്കെയാ മോനെ അടുത്ത്? ഞാൻ 2 ബോബിൻസ് 5 സിപ്പപ്പോ. അപ്പൊ 22 രൂപ കേട്ടോ. പൈസ എപ്പോ തന്നെ? ഞാൻ 30 രൂപ 8 രൂപ തിരിച്ചുതരാനുണ്ട്. അതൊന്ന് തീരട്ടത്. നിക്ക് എല്ലാരും കൂടി ടൗസർ ഇടില്ലേ? ഒരാൾ ഇടിയത്. ഇതെന്ത് മാല കെട്ട് പോണേ? ഇതിന് 46 റുപ്യ. നോക്കി കച്ചവടക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഒരാള് പൈസ ഒന്നുമില്ല. പൈസ രണ്ടാമത് പോലെ ഗൂഗിൾ പേ ഇവിടെ നടക്കൂല. ഞാൻ കൈമലി പേ അതാണ് നടക്കുള്ളൂ ഇവിടെ. ഞങ്ങളുടെ കാശ് എന്ത് കാശ്? ആരാപ്പിക്ക് പൈസ ഒന്ന്? എനിക്ക് പൈസ ഒന്നിനെയോ? മൊത്തം ഞാൻ കുത്തിട്ടോ. കള്ളത്തരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കച്ചവടം കേൾക്കാം. ബാക്കി കച്ചവടം ചെല്ലി വേറെ ആൾക്കാർ കഴിക്കുന്ന മാല കെടുക്കണം. കച്ചവടമില്ല. ആറാം പറഞ്ഞ ചെക്കന്മാരാണ്. ഒരു കച്ചവടം നടത്തുന്ന സമയം ഇവിടെ വെക്കണാവ്. അല്ല അവന്റെ അമ്മോന്റെ പീടിയിൽ വന്ന മാതിരിയാ വർത്താനോ. ഈ കടക്കാരനല്ലേ അയാളല്ലേലും ഇച്ചിരി കൊടുത്തെന്ന് പറഞ്ഞാൽ കേൾക്കും. അതുമില്ല. എവിടെ? ഈ സ്കൂളിലാണ് പഠിക്കണം? ഏത് ക്ലാസ്സില്? +1. ആ വലിയ പിള്ളേരാണല്ലോ. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഭയങ്കര ടെൻഷനാ. ക്ലാസ്സാ? ക്ലാസ് മാത്രല്ല, പഠിത്തമായാലും എല്ലാം കണക്കാ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ വല്ല സീരിയലിൽ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് എടാ ഗംഭീര ടാലന്റ് അല്ലടാ. ഞാൻ നിന്റെ ഫാനാണ്. എന്നിട്ട് നീ ഹാപ്പി അല്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ്? സ്കൂള് കഴിഞ്ഞ നമ്മ സിനിമ കയറണം. സിനിമ കയറി ചില്ലായിട്ട് അങ്ങടെ അഭിനയിച്ച് പൊളിക്കണം. പഠിക്കാൻ സമയല്ലേട്ടാ. അപ്പോഴാണ് ഏത് സബ്ജക്റ്റാ നിനക്ക്? സയൻസ് ഒക്കെ ഭയങ്കര നിസ്സാര കാര്യമുള്ളതൊക്കെ പുഷ്പം പോലെ നമുക്ക് അച്ചീവ് ചെയ്യാം. പോയേട്ടാ ഇത് അങ്ങനെ പെട്ടെന്ന് കാര്യറിനൊരു വിദ്യ പറഞ്ഞു തരാ. പക്ഷെ നന്ദി ഉണ്ടാവണം. ഇതൊക്കെ പൊളിക്കാനുള്ള ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ട്. ചേട്ടാ കാര്യം പറ. കാര്യം ഇവിടെ കടക്കാരൻ ആള് കൂതറയാണ്. ഞാൻ പറഞ്ഞുതരാം. വാട അങ്ങോട്ട് മാറിക്കട അടിപൊളിയാകട. അതെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരാം. വളരെ രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ ഒരുപാട് സമയം എടുക്കുമോ? എന്ത് സമയമില്ലേ നിങ്ങൾക്ക്? 1 മണിക്കൂറില്ലേ? അതൊന്നും വേണ്ട നമുക്ക്. ഇതേ അതിന് ഇടുപിടിന്ന് പറയാൻ പറ്റൂല. ചെറിയ രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ എപ്പോഴും ലഞ്ച് ബ്രേക്കിന് വന്നിരിക്കാറുണ്ട്. നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷെ നല്ല മിടുക്കന്മാരാണ്. പക്ഷെ മുഖത്തൊരു അസംതൃപ്തി ഉണ്ട്, നിരാശയുണ്ടല്ലേ. നമ്മക്ക് അങ്ങോട്ട് ഫ്ലൈ ചെയ്യാ, പൊങ്ങി പറക്കാം. എന്നെ വിശ്വാസമില്ലേ നിങ്ങക്ക്? നീ ഗംഭീര നടനാവുന്നേ. വിളിച്ചെടുക്കണേ. നിനക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് മാത്സ് പാടാണ്. അതാണ് നിസ്സാര കേസ്. നിനക്കാ ഫിസിക്സ് ഒരു കുഴപ്പമില്ല. എടാ നമുക്ക് പഠിക്കണതിനുള്ള ഒരു ഏകാഗ്രത ഉണ്ടാവും. റാങ്ക് മേടിക്കണ്ടേ? ഫ്ലെക്സ് വെക്കണ്ടേ? നിനക്ക് സിനിമയിൽ അഭിനയിക്കണ്ടേ? വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആവും, കലയിൽ നമ്പർ 1 ആവും, സ്പോർട്സിൽ നമ്പർ 1 ആവും. ഇത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇത് എത്തിക്കിട്ടാത്തതിന്റെ കുഴപ്പമുള്ളൂ. സാറൊന്നുമല്ല, എനിക്ക് ബിസിനസ്സാണ്. ഞാൻ എൻ്റെ അടുത്ത് ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അതെ പൈസ ഒന്നും തരണ്ട, ഫ്രീ ആണ്. അതെ മിഠായിയുടെ അല്ലേ ഇതേ തരാൻ പാടുള്ളത്. ഇതേ എന്റെ പേരും ഇതൊന്നും പബ്ലിസിറ്റി കൊടുക്കണ്ട. ഇതാരാ നിങ്ങൾ ക്യാപ്റ്റൻ? തരാൻ പാടില്ല. ഇതേ ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടേന്ന്
ഞാൻ വീഡിയോ ഇട്ട് തരാം, വീഡിയോ നമ്പറിൽ. എന്റെ നമ്പർ വേണ്ട, നിന്റെ നമ്പർ ഒന്ന് വന്നേരും. ഞാൻ വേറെ നമ്പറിൽ നിന്ന് വീഡിയോ ഇട്ടോളാം. ആണോ? കേട്ടോ, സംഭവം നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ല, അപ്പൊ ഇന്ന് ഉച്ചക്ക് തന്നെ നിങ്ങൾ കഴിച്ചോ. ഉപയോഗിച്ചിട്ട് ഇന്ന് ഉച്ചക്ക് ക്ലാസ്സിലിരിക്കും, വൈകിട്ട് വീട്ടിലും പോയിട്ട് നാളെ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് എന്നോടൊന്ന് പറയണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നെ അന്വേഷിക്കാൻ വേണ്ട, അത് വിട്ട് കളഞ്ഞേരും. ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒന്നും കൂടെ തലമ്പാക്കണ്ട. നിങ്ങൾക്കിത് ഇഷ്ടമായി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് ഫീൽ ചെയ്താൽ നാളെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കാരിയറിന് ഇവിടെ ഉണ്ടാവും കേട്ടാ. ഇതേ സ്പോട്ടിലുണ്ടാവും. ഞാൻ ടൗണിലെത്തി എന്നെ വിളിക്കാം കേട്ടോ. ഇതെന്താ പിള്ളേരെ നീ പോവാത്ത? എന്തായാലും വീട്ടിൽ പോകത്ത്? സ്കൂൾ വിട്ടാലല്ലോ സാറേ, സൂര്യനൊക്കെ ഒന്ന് പോട്ടെ. ഇരുട്ടായിട്ട് പോവാനാ? എടാ ക്ലാസ് വിട്ടിട്ട് നേരത്രയടാ? അത് ശരി. അപ്പൊ എന്നെ യാത്രയാക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് നിങ്ങൾ അല്ലേ? അല്ല സാറേ, അത് എടാ ക്ലാസ് വിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ വീട്ടുകാരൊന്നും അന്വേഷിക്കില്ലേ? അങ്ങനെ വലിയ മൈൻഡ് ഒന്നുമില്ല സാറേ. ഇതെന്താ ഒരു ക്ഷീണം? ഒന്നുമില്ല, ഞാൻ ഉച്ചയ്ക്ക് ഓറൊന്നും കഴിച്ചില്ല. അതിന്റെ ക്ഷീണം. എടാ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാണ്ട് ഇപ്പൊ ഇരിക്കാൻ പറ്റാ. ക്ലാസ് വിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വല്ലതും ഞണ്ണിക്കൂടെ? എന്നും ഈ ചോറല്ലേ സാറേ? ഈ ചോറ് സാമ്പാറല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വലിയ ആളായി. അതൊന്നും വേണ്ടാട്ടാ. വീട്ടുകാരൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും. ഒന്നൊന്ന് പഠിക്കുന്ന പിള്ളേരല്ലടാ നിങ്ങൾ പഠിക്കുന്ന പുസ്തകമാണ് ഈ ഇട്ടേക്കണത്. ഈ പഠിക്കുന്ന പുസ്തകം തറയിലിടുവോ ആരെങ്കിലും കുട്ടികൾ? പുസ്തകം ഇട്ടില്ല സാറേ, ബാഗല്ലേ, പുസ്തകത്തിന്റെ അകത്തല്ലേ. എന്തോ നീ എന്താ പറഞ്ഞേ? പുസ്തകത്തിന്റെ അകത്തല്ലേ. നല്ലൊന്നുമില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. ഇനി മുതൽ ഈ സ്കൂൾ വിട്ട വഴിക്ക് ഇങ്ങനെ ഇവിടെ ചുറ്റിക്കറക്കൽ വേണ്ട കേട്ടാ. വിട്ടതും വീട്ടിൽ പൊക്കോളണം. എനിക്ക് പോവാൻ നോക്ക്. ഡാ നീ അത്ര വലിയ ആളൊന്നായിട്ടാ പോവാൻ നോക്കടാ. സാറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലെ ഓരോ ടെൻഷൻ, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ട്യൂട്ടോറിയം പഠിത്തമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ. ആ പഠിച്ച് സമയം കിട്ടുന്ന ഈ ഒരു സമയത്താണ്. ഓ എന്നാ തലാടിയും പായായിട്ട് പോരടാ. സ്കൂൾ വിട്ട ഇവിടെ കിടന്നു തുടയ്ക്കാം. സ്മെല്ലൊന്നുമില്ല, പക്ഷെ എന്തോ ചുറ്റിക്കളി ഉണ്ട്. അങ്ങനെ വിട്ടാ പറ്റില്ല. മറിമായം